പണി വരുന്നുണ്ടവറാച്ച എന്ന് വെറുതെ ആയാലും നമ്മൾ പറയാറുണ്ടല്ലേ. അങ്ങനെ എനിക്ക് പണി കിട്ടിയൊരു ദിവസത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൽ സഹായത്തിന് ആരുമില്ലേ ശ്രീ, ഈ റാസൽ ഗമയിലെ വലിയ കൊട്ടാരം ശ്രീ തന്നെയാണോ സംരക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കൂടിയുണ്ട്. മാത്രമല്ല ഈ കരയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള പച്ചയായ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാറ്റ് കാണുമ്പോൾ ചെറുതായിട്ട് മധുരനൊമ്പരക്കാറ്റ് സിനിമ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? അതുപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ. ഭയങ്കര കാറ്റാണ്. അപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ഞാൻ തലേദിവസം തന്നെ കൂട്ടി വെക്കും കേട്ടോ. കാലത്ത് തന്നെ തീ കായാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് ഗംഭീര തണുപ്പായിരുന്നു. അപ്പോൾ ഈ കാറ്റിൻ്റെ ഇടയിൽ തീ കത്തുന്നത് ഒരു സ്ഥലത്ത്, ഞാൻ വെയിൽ കായുന്നത് വേറൊരു സ്ഥലത്ത്. എന്തോ കുലീനമായിട്ടാണ് നിൽക്കുന്നതല്ലേ, എന്തോ പ്രാർത്ഥിച്ച് നിൽക്കുന്ന പോലെയാണ് എൻ്റെ നിൽപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കാം. പതിവ് പോലെ തന്നെ ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്കുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാലത്ത് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ചോറും പിന്നെ തലേദിവസം കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ശ്രീകുട്ടന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. കാലത്ത് എണീറ്റിട്ടുള്ള ഷൂട്ടിങ് സത്യം പറഞ്ഞൊരു ഗഡുബടാണ് കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. ശ്രീകുട്ടൻ ഒരുങ്ങി പ്രാർത്ഥനാ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി പൂജാ റൂമിൽ നിന്ന് ആള് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി വെക്കാം കേട്ടോ. ശ്രീകുട്ടൻ പോയപ്പോഴാണ് പിന്നെ ബാക്കി പരിപാടികളിലേക്ക് കടന്നത്. നമുക്ക് പതിവ് പോലെ തന്നെ പണിക്കാരുണ്ട്, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടൊരു പറമ്പുണ്ട്, അവിടെയാണ് പണിക്ക് അവർ നിൽക്കുന്നത് കേട്ടോ. കുറേ ആൾക്കാർ വേനൽക്കാലം ആകുമ്പോൾ ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട്, നമുക്ക് വാഴ കൃഷി ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലക്ട്രീഷ്യൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടന്മാരുണ്ട്. പിന്നെ അവരെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ചേച്ചിമാരുടെ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ കാലത്ത് ചോറിട്ടിട്ട് മുകളിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലേ അടിയിൽ നിന്നുള്ള ചൂടും മുകളിൽ നിന്നുള്ള ചൂടാകുമ്പോൾ പെട്ടെന്ന് ചോറാവും. പിന്നെ നമ്മളിന്ന് ഗ്രീൻ പീൻസ് കറിയാണ് വെക്കുന്നത്. അത് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ഉപ്പേരി പോലെയാണ് വെക്കുന്നത്. നമുക്ക് കഞ്ഞി കൊടുക്കണം, അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ചോറും കൊടുക്കണം. പിന്നെ 4 മണിക്ക് ചായ കടി അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗ്രീൻ പീൻസ് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് കുതിർത്ത് വെക്കും നമ്മൾ. പിന്നെ അതിലേക്ക് പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കും, 2-3-4 വിസിൽ. അതോടൊപ്പം തന്നെ ബാക്കി പരിപാടികൾ, കൂട്ടാൻ കാച്ചാനുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ചോപ്പറോട്ടുള്ള കാരണം കൊണ്ട് തന്നെ പരിപാടികളൊക്കെ ഏകദേശം പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടാണ് വെക്കുക. നമ്മൾ പണ്ട് നമ്മുടെ കടയിൽ പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ പരിപ്പ്, പയർ, കടല ഈ വക സംഭവങ്ങളൊക്കെ ആകുമ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല, 10 മണിക്കാണ് ഇവിടെ കഞ്ഞി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനേക്കാളും മുന്നേ കഴിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഗ്രീൻ ബീൻസ് പട്ടാണിക്കറി വെക്കുന്നത് കേട്ടോ. ഒരു 3-4 വിസിലുകൊണ്ട് നമ്മുടെ ഗ്രീൻ പീൻസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ വേവില്ല എന്ന് പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ ഉപ്പിട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ടാണ് വേവിക്കുക. പിന്നെ നമ്മൾ ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് വീണ്ടും ഒരു വിസിലടിപ്പിക്കും കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ കൂടെ ലുട്ടുലുടുക്ക് സംഭവങ്ങളുണ്ടല്ലോ, അതായത് പപ്പടം കാച്ചിയത്, ചമ്മന്തി, അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, അത് കൈപ്പക്കായ കൊണ്ടാട്ടാണ് കേട്ടോ. കൊണ്ടാട്ടം എന്ന് വെച്ചാൽ വറ്റൽ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് കൊണ്ടു കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇവിടെ വീട്ടിൽ വന്ന് കഴിക്കില്ല എന്നാരും. അപ്പോൾ നമ്മളിതിനെ കൊണ്ടിങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവോള, പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇല്ലേ, അത് നമ്മൾ ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഗ്രീൻ പീൻസിൽ പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം
കൊണ്ടും ഇതിൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി, അത് കാരണം കൊണ്ടും നമ്മൾ അധികമൊന്നും മുളക് പൊടി ആഡ് ചെയ്യില്ല കേട്ടോ. മുഴുവൻ പച്ചമുളക് മുഴാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുക. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തായാലും എല്ലാവരും അകത്തേക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പേസ്റ്റ് ആക്കിയിട്ട് ഇടുന്നത് കേട്ടോ, അല്ലെങ്കിൽ അത് എടുത്ത് കളയില്ലേ. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കഷ്ണങ്ങളും കൂടി വേവിച്ച് വെച്ച നമ്മുടെ സംഭവങ്ങൾ കൂടി ഇട്ട് കൊടുത്തപ്പോൾ കറി റെഡി ആയിട്ടാ. കാലത്തെ കഞ്ഞിക്ക് കറി റെഡിയായി. പിന്നെ ചെറുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അതിലും ഇടും കേട്ടോ. പിന്നെ ഇത് ചമ്മന്തി അരയ്ക്കാൻ പോവാണേ. അപ്പോൾ പിന്നെ നമ്മുടെ പുളി ഉണ്ടല്ലോ, പുളി എനിക്ക് ഭയങ്കര അറപ്പാണ്. കയ്യിൽ ഇങ്ങനെ വഴുവഴുന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ കൈ കൊണ്ട് തൊടാൻ എനിക്ക് കുറച്ച് അറപ്പാണ്. അപ്പം ഞാനത് കുരു കളഞ്ഞിട്ടില്ലെങ്കിൽ പറയും വേണ്ട, നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ എന്നാലും ഞാനത് നമുക്കത് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധിതമായും ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. പുളി ഇട്ടില്ലെങ്കിൽ ചമ്മന്തിക്ക് എന്ത് ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ മാങ്ങ വേണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ചുകൊണ്ട് വന്നപ്പോൾ, നാളികേരമൊക്കെ ഇട്ട് അടിച്ചുകൊണ്ട് വന്നപ്പോൾ നാളികേരം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് 3 നമ്മുടെ കാലത്തെ കഞ്ഞിക്കുള്ള വിഭവം. അതായത് ഗ്രീൻ ബീൻസും ഉരുളൻകിഴങ്ങും ഉപ്പേരി, ചമ്മന്തി, അതോടൊപ്പം തന്നെ നമ്മുടെ കൊണ്ടാട്ടം. അപ്പം ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരം പോകണ്ടോ. അപ്പോൾ നമുക്കിത് കൊണ്ടു കൊടുത്തിട്ട് ഓടിപ്പോയിട്ട് ഓടി വരാം. നമ്മുടെ വീട് കുറച്ചിങ്ങോട്ട് കയറിയിട്ട് ചെറിയൊരു കുന്നിൻ്റെ മുകളിലായ കാരണം കൊണ്ട് മീൻകാരൻ ചേട്ടനെ വിളിച്ചാൽ മാത്രമാണ് ഇക്ക വരുള്ളൂ കേട്ടോ. അപ്പം ഇക്ക ഇബ്രാഹാം കുട്ടിക്കാണ്, ഇക്കയാണ് മീൻ കൊണ്ടുവന്ന് തരിക. ഇക്ക കാലത്ത് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ഇക്ക എനിക്ക് മീൻ വേണമെന്ന്. അപ്പം ഇക്ക എനിക്ക് സ്രാവ് കൊണ്ടുവന്ന് തന്നു 2 സത്യം പറഞ്ഞാൽ സ്രാവ് ഞാൻ ഇതുവരെ പച്ച സ്രാവ് കറി വെച്ചിട്ടില്ല. ഇപ്പോഴാണ് കറി വെച്ച് കഴിക്കാൻ പോണത്. എനിക്കത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. പിന്നെ ചാള പതിവ് പോലെ നമ്മുടെ മത്തി ഉണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് ഇക്ക പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് വെക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, എടുക്കുക. എന്നിട്ട് നല്ല സ്ക്രബ്ബർ കൊണ്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് പോരും. മുഴുവൻ കാർട്ടിലേജാണ് അതിൻ്റെ അസ്ഥികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെറ്റാക്കി വന്നു. നമുക്കിനി ഇത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചാള നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചാള വറക്കാം, അതുപോലെ തന്നെ സ്രാവ് നമുക്ക് കറി വയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. അത് നമ്മൾ മാങ്ങയല്ലടാ, എന്താ പറയുക, നാളികേരം പാലിലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇവനെ 2 മിനിറ്റ് മുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അവനെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിത് ഇത്തിരി കൂടി വൃത്തി അധികം വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് അധികം നേരം ആക്കിയത്. ഇനിയിപ്പം മീൻ വെന്ത് ചെയ്യാമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇത് വറുത്തെടുക്കാം. നമ്മുടെ മസാല ബോക്സ് ഉള്ള കാരണം കൊണ്ട് ആ ബോക്സിലുള്ള എല്ലാ പൊടികളും ഞാൻ ഇതിലിടും. കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് അതിലുണ്ടാവുക. അത് മുഴുവൻ ഇട്ടിട്ടാണ് നമ്മുടെ മീനെ നമ്മൾ വറക്കാൻ വെക്കുന്നത് കേട്ടോ. അതിനിപ്പോൾ ഒരാളെടുക്കുമ്പോൾ അപ്പുറത്തെ ആൾക്ക് വിഷമം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എല്ലാ പൊടികളും ഇടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടടാ, അത് പെട്ടെന്ന് തന്നെ നോക്കി എന്ത് പെട്ടെന്ന് ക്ലീൻ ആവണേ. അങ്ങനെ തന്നെ ഞാൻ അതിനെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് തല എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മണികൾ 2 പേരുണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇങ്ങനെ വട്ടം കഷ്ണങ്ങളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് വൃത്തിയാക്കിയില്ല, കാരണം കഷ്ണങ്ങളായിട്ട് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെ അസ്ഥി ഇങ്ങനെ കാർട്ടിലേജാണ്, ഭയങ്കര തരുണാസ്ഥികളല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ വെച്ച രീതി ഞാൻ വെച്ച രീതി പറയാം. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ വെക്കാൻ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള ഒരു മാംസളമായിട്ടുള്ള ഒരു ഫിഷാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഇതിനെ കഴുകി വൃത്തിയാക്കി മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. മുളക് പൊടി നമ്മുടെ ഇവിടെ നമുക്കിപ്പോൾ മുളക് പൊടി ഇത്തിരി കുറവാണ്. ശ്രീകുട്ടൻ നന്നായിട്ട് കറി കഴിക്കുന്നതുകൊണ്ട് ഞാൻ മുളക് കുറവിട്ടിട്ട് വെക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, കറിവേപ്പിൻ്റെ ഇല, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നല്ല നാടൻ പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായത് അരിഞ്ഞിട്ട് കൊടുത്തു. അത് വലിയ എരിവില്ല കേട്ടോ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് ഇരിക്കണം. അത് കാരണം അതിൻ്റെ എരിവൊക്കെ പോയി, എനിക്ക് എരിവുണ്ടായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ നമ്മൾ 1-ാം പാല് കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് 2-ാം പാലിലാണ് ഇത്രയും വിഭവങ്ങൾ നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇഞ്ചി അരിഞ്ഞിടുന്നത് കാണിക്കാതെ തരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് മിക്കതും തൃശ്ശൂർ സ്റ്റൈലിൽ നമ്മൾ കറി വെക്കുന്നത്. 2-ാം പാലിൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് കഷ്ണമൊക്കെ വെന്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് പിന്നെ എന്താടാ ചെറുള്ളി നമ്മുടെ കുഞ്ഞുള്ളി അത് അരിഞ്ഞിട്ട് നമ്മൾ കറി ഒഴിച്ച് റെഡിയാക്കി എടുക്കും. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ചാള വറുത്തെടുക്കാം. മീൻ കൂട്ടാനുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വേറെ കറികളൊന്നും വേണ്ട വീട്ടിൽ എന്നുള്ളവരുണ്ടാവും. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. മീൻ വറുത്തതും മീൻ കൂട്ടാനും ഉണ്ടെന്നുണ്ടെങ്കിൽ പണിക്കാരുള്ള കാരണം കൊണ്ട് ഇത് തന്നെ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ സുഖമാണ്. എന്നൊന്നും അടുക്കളയിൽ എപ്പോഴും ഈ ചെയ്ത പണികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ബോറടിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളി കാച്ചിട്ടിട്ട് നമ്മുടെ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് വേറെ ഏതെങ്കിലും റെസിപ്പികൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ലിബാം ഇടാണ്ട് ക്യാമറയുടെ മുമ്പിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്തെങ്കിലും ടിൻറ്റഡ് ലിബാം ഇടൂട്ടാ. കാരണം എൻ്റെ ചുണ്ട് ഭയങ്കര പിഗ്മെന്റഡാണ്. നമ്മളിങ്ങനെ ബ്ലാക്ക് കളറിൻ്റെ ലിപ്സ്റ്റിക് ഇടില്ലേ, അതുപോലെയാണ്. എനിക്കത് ഭയങ്കര ഞാൻ നമ്മളെന്താ പറയുക, മറ്റേ കുറേ റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആവില്ല. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതിട്ടാ പോലെ. ഞാൻ പറയുന്നത് കേൾക്കാണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര കാറ്റാണ് ഇവിടെ, ഭയങ്കര കാറ്റാണ് ഇവിടുത്തെ. കാറ്റ് നിങ്ങൾക്ക് അറിയാലോ, കാടിൻ്റെ പ്രദേശമായ കാരണം നല്ല ഹെവി കാറ്റ് വരും, അല്ല ഹെവി മഞ്ഞ് വരും, ഹെവി വെയിൽ വരും, ഹെവി റെയിൻ വരും, ഒക്കെ വരും. അപ്പോൾ അങ്ങനെ ഫൈനലി ക്രിസ്മസിൻ്റെ നമ്മുടെ കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീട് ഫുള്ള് ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ എപ്പോഴും എനിക്ക് ചോദിക്കാറുള്ളതാണ്, ശ്രീ എങ്ങനെയാണ് തന്നെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. നമുക്ക് വാക്യൂം ക്ലീനർ ഉണ്ടടാ. പിന്നെ ഈ കാലാവസ്ഥയിൽ ഈ ചൂട് അതുപോലെ തന്നെ മഞ്ഞ് കൂടി കലർന്നിട്ടുള്ള കാറ്റിൻ്റെ കാലാവസ്ഥയിൽ ഭാഗ്യന് ഭയങ്കര അലർജിക്കാണ്. ഭാഗ്യം ഇങ്ങനെ ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് ഉറക്കാൻ പറ്റില്ല. നമുക്ക് അമൃതാജിനൊക്കെ വാരി തേച്ചൊരു ഫീൽ അത്ര, അങ്ങനെ പുകഞ്ഞ് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഇട്ട് പച്ച വെളിച്ചെണ്ണയിൽ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് രോമകൂപങ്ങളിൽ ഉള്ളിലേക്ക് ഇറക്കി അവിടെ കുറച്ച് നേരം ഇങ്ങനെ ആളെ വറക്കാൻ വെക്കുന്ന പോലെ ഉണക്കാൻ വെക്കും. എന്നിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു 1-2 മാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മാസം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആയുർവേദത്തിൽ നസ്യ ചക്രം അതുപോലെ തന്നെ ആവി ചികിത്സ, മണ്ണ് ചികിത്സ ഒക്കെ മാറിപ്പോകുന്നു പറയുന്നുണ്ട് ഡോക്ടർമാർ. പറയുന്നത് ഇത് മുന്നോട്ട് പോകുമ്പോൾ ത്വക്ക് രോഗങ്ങളൊക്കെ വരും അത്ര. അപ്പോൾ ഭാഗ്യം 21 ദിവസം മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വേട്ടാ പൊക്കോ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾക്ക് എന്നോട് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും, അത് മാത്രമല്ല എന്നെ പച്ചനമ്പർ എടുത്താക്കാം ശ്രീകുട്ടന്, അല്ലെങ്കിൽ അവിടേക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടല്ലോ. പക്ഷെ കടയിലത്തെ കാര്യങ്ങൾ ആരും നോക്കും എന്നുള്ളതാണ് ആളുടെ ടെൻഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആയ സമയത്ത് നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് വീട് വൃത്തിയാക്കി ഇടണം. അതായത് മൊത്തത്തിൽ നമ്മുടെ വാക്യൂം ക്ലീൻ ചെയ്തിടണം. മുക്കും മൂലിയും ഒക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. അപ്പം എൻ്റെ ആ ദിവസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇന്നാണ് ഇത്രയും കാറ്റും നമ്മുടെ കാലാവസ്ഥ എക്സ്ട്രീംലി ചേഞ്ച് ആയത്. അപ്പോൾ ഇന്നിപ്പോൾ കാലത്തെ പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ ചാള വറുത്തു, സ്രാവ് കറി വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്രാവ് കറി വയ്ക്കുന്നത്. നമ്മൾ ഗർഭിണിയാകാള് മച്ചളം അതായത് നമ്മുടെ പ്രസവം കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ വയറുണങ്ങാൻ വേണ്ടിയിട്ട് സ്രാവ് വറ്റിച്ച് കറി വെച്ച് തരും എന്നാണ് പറയുന്നത്. അതിൻ്റെ രുചി എൻ്റെ വായിൽ ഇപ്പോഴും ഉണ്ടടാ. ശ്രീകുട്ടൻ പ്രസവിച്ച് കിടന്നിട്ട് നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിലാണ് ശ്രീകുട്ടനെ പ്രസവിച്ചേട്ടാ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ശ്രീകുട്ടനെ പ്രസവിച്ച് കഴിഞ്ഞ് സിസേറിയനായിരുന്നു. സിസേറിയൻ കഴിഞ്ഞപ്പോൾ ആദ്യം ശ്രീകുട്ടൻ മഷി ഇറക്കി. പറയാതെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. കുറേ പേര് പറഞ്ഞു ശ്രീ എന്താണ് സെക്കൻഡ് ബേബി, കുറേ ചേച്ചിമാർ പറഞ്ഞു ശ്രീ പ്രിപ്പയർഡ് ആകുമ്പോൾ, 80% ആൾക്കാർ പറഞ്ഞത് ശ്രീ പ്രിപ്പയർഡ് ആകുമ്പോൾ മതിയുടെ കുഞ്ഞുമാവുക. കുറേ ആൾക്കാർ പറഞ്ഞു ആഗ്രഹിക്കുന്ന നേരത്ത് ദൈവം നമുക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ തരില്ല, അത് കാരണം കൊണ്ട് കിട്ടുമ്പോൾ മേടിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും എനിക്ക് അതെന്നെ പറയാൻ അഹങ്കാരി എന്ന് പറയും ഞാൻ. അത് കാരണം കൊണ്ടാണ് എനിക്കത് പറയാൻ മടി. എപ്പോഴും നമ്മള് അതായത് ഞാൻ പ്രിപ്പയർഡ് അല്ലടാ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു കുഞ്ഞുണ്ടായിട്ട് അതൊരു ബാധ്യതയാവാൻ എനിക്ക് താല്പര്യമില്ല. കുഞ്ഞും എനിക്കൊരു ബാധ്യതയാവരുത് ഒരിക്കലും. ശ്രീകുട്ടനെ സത്യം പറഞ്ഞാൽ ശ്രീകുട്ടൻ ഉണ്ടായ സമയത്ത് പോലും ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് അല്ലായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ ശ്രീകുട്ടനെ ഒരു 2-3 വയസ്സ് വരെ നന്നായിട്ട് അടിക്കുമായിരുന്നു. എനിക്ക് സങ്കടം വരുമ്പോൾ ഇപ്പൊ ശ്രീകുട്ടന് 9 വയസ്സാണ്. ശ്രീകുട്ടന് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ശ്രീകുട്ടൻ അത്രയധികം അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു കേട്ടോ. കാരണം അവനൊരു 5-6 മാസമുള്ളപ്പോൾ തൊട്ട് നമ്മുടെ കടയിലേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണതും അതുപോലെ തന്നെ കടയിലേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മുടെ കടയിൽ 6-7 ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ കാലത്ത് ഒരു 6-7 ആൾക്ക് കഞ്ഞി, ഉച്ചയ്ക്ക് അത്ര ആൾക്കാർക്ക് ചോറ്, വൈകുന്നേരം അത്ര ആൾക്കാർക്ക് ചോറ്. ഒരു രീതിയിൽ ഒരാളും ഹെൽപ്പ് ചെയ്യാനില്ല. അന്ന് അമ്മ കടയിൽ വരുന്നില്ല. ഞാനിവിടെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് അറിയണത് പലപ്പോഴും ചാനൽ വന്നപ്പോഴാണ് അമ്മയും ചേച്ചിയും ഒക്കെ അറിഞ്ഞു തുടങ്ങിയത് പോലും. അപ്പോൾ
പഴംപൊരി, പരിപ്പ് വട, ഉള്ളിവട, ഉഴുന്ന് വട, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് എനിക്ക് ആ പണിത്തിരക്കും അതോടൊപ്പം തന്നെ കൊച്ചിന്റെ കാര്യങ്ങള്, ഭാഗ്യനാണെങ്കിൽ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഭാഗ്യൻ ഇന്ന് കാണുന്ന ഭാഗ്യനല്ലായിരുന്നു അന്ന്. എന്ന് ഭാഗ്യനെ കട്ടൊക്കെ പോലെ തോളോട് തോള് നിൽക്കും. പക്ഷെ ഭാഗ്യന അന്ന് ഒന്നും അറിയാണ്ട് എണ്ണേക്കാളും അവസ്ഥയിലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് എൻ്റെ ഉള്ള ദേഷ്യം മുഴുവൻ ഞാൻ പലപ്പോഴും ശ്രീകുട്ടനിൽ തീർക്കാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു അങ്ങനെ ഒരു ക്രൂരയായ അമ്മയാണല്ലാട്ടോ ഉദ്ദേശിച്ചത്, സൈക്കോ അല്ല, സൈക്കോളജിക്കൽ ഡിസോർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരെന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോൾ ദുടട കാണിക്കണം എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ 2 കൊടുക്കും. അതുപോലെ ഇവൻ പണ്ട് റൂമിൻ്റെ ഉള്ളിലൊക്കെ കയറി പൂട്ടൊക്കെ ഇട്ടിട്ട് ടെൻഷനായി, എനിക്ക് ഭയങ്കര പാനിക് അറ്റാക്കായി, ഞാനാകെ തലയിറങ്ങി വീട്ടിൽ കൊച്ചിനെന്തെങ്കിലും പറ്റുമെന്ന്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കൊച്ചിനെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഞാൻ 2 അടി കൊടുത്തേ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റാണത്. കാരണം അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. നമ്മളതിനെ കടയിൽ നിന്ന് അറിയാത്തവർക്കാണെങ്കിലേ നമ്മുടെ തലൂര് കടയിലെ കുറച്ച് പിന്നിലായിരുന്നു നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് പഴംപൊരിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചേട്ടന്മാർ വന്ന് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് കഞ്ഞി വന്ന് കൊണ്ടുപോകും, ചോറ് വന്ന് കൊണ്ടുപോകും. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ശ്രീകുട്ടനും ഞാനും കൂടി കടയിൽ പോയി ആ 11 മണി 12 മണി വരെ കട ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് അത്രയും അവിടെ കറങ്ങി നടന്ന് അവൻ്റെതായ കാര്യങ്ങൾ ചെയ്ത് കളിച്ചും ചിരിച്ചും ആണ് ശ്രീകുട്ടൻ എന്നെ അങ്ങനെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്ന കുട്ടിയായിരുന്നു. ആ ശ്രീകുട്ടനെയാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. പക്ഷെ ശ്രീകുട്ടൻ ഒരു പരിധി വിട്ട് ഞാനിപ്പോൾ ശ്രീകുട്ടൻ അടിക്കാറേ ഇല്ല. അയ്യോ, എനിക്ക് ശ്രീകുട്ടനെ ആരെങ്കിലും വഴക്ക് പറയുന്നതും ശ്രീകുട്ടനെ ആരെങ്കിലും അടിക്കുന്നതും ഭയങ്കര സങ്കടം. കാരണം ഞാൻ അവൻ്റെ ചെറുപ്പകാലത്ത് കുറേ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ചിലപ്പോൾ ഒരു അമ്മയുടെ മനസ്സായിരിക്കാട്ടാ, ചിലപ്പോൾ ഇപ്പം ഞാൻ അടിക്കില്ലേ ശ്രീകുട്ടൻ പറയണ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും ശ്രീകുട്ടനോട്. പിന്നെ ശ്രീകുട്ടൻ ഭയങ്കര ഇതിൻ്റെ അറിയില്ല ശ്രീകുട്ടൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. അപ്പോൾ ശ്രീകുട്ടൻ സൂപ്പറാണ്. അപ്പം ഞാനിപ്പോൾ ആ ഒരു 3 വയസ്സ് വരെ ഞാൻ അടിച്ചിട്ടുള്ളൂ. പക്ഷെ അന്ന് അവനെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയതിൻ്റെ ഗുണം ഇപ്പം അവൻ കാണിക്കുന്നുണ്ട്. നമ്മൾ വളർത്തുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മക്കൾക്ക്. ഭയങ്കരമായിട്ട് നമ്മളവരെ ഗുണം എന്ന് പറയില്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ അവൻ്റെ ടീച്ചർമാരായാലും പറയും, ഞാനിപ്പോൾ സൈൻ ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ പറയും ശ്രീകുട്ടൻ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാന്ന് പറയും. അതായത് അവൻ ഭയങ്കര സ്നേഹമുള്ള ഒരു കുട്ടിയാന്ന് പറയും. അത് നമ്മൾ വളർത്തുന്നതിൻ്റെ ആയിരിക്കാം, നമ്മൾ പറഞ്ഞു കൊടുത്ത് വളർത്തുന്നതിൻ്റെ കാര്യങ്ങളായിരിക്കാം. എല്ലാ അച്ഛനമ്മമാരും മക്കൾ അങ്ങനെയൊക്കെ തന്നെയാണ് വളർത്തുന്നത് കേട്ടോ. മാമ്പു കൊണ്ട് മക്കളെ കൊണ്ട് കൊതിക്കരുതെന്ന് പറയുന്നത്. ഇന്ന് അവർ കാണുന്ന ആ ശീലം നാളെ അവർ കാണിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ശ്രീകുട്ടൻ ഇന്ന് എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും നാളെ കാണിക്കണമെന്ന് ഞാനത് പ്രതീക്ഷിക്കണമില്ല. പക്ഷേ ചെറുപ്പത്തിൽ അങ്ങനെ ഞാൻ കുറച്ചും കൂടി വേറൊരു രീതിയിൽ വളർത്തിക്കൊണ്ടു വന്ന കാരണം കൊണ്ട് അവനിപ്പോൾ അടിപൊളിയാണെന്ന് പറയുന്നത്. കാരണം അവൻ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് എനിക്ക് പോലും. എങ്ങനെ പെരുമാറണം മറ്റുള്ളവരോട് എന്നുള്ളത് ഞാൻ അവനെ കണ്ടാ പിടിച്ചിട്ടില്ല. സ്നേഹത്തോടെ, റെസ്പെക്റ്റോടെ. അവൻ മമ്മോടായാലും പപ്പോടായാലും ഇപ്പൊ ചേച്ചിയോടും ചേട്ടച്ചനോടും ഒക്കെ ആയാലും ഭയങ്കര നിഷ്കളങ്കനാണ് അവൻ. അപ്പോൾ ശ്രീകുട്ടൻ ആ ഒരു വഴിയിലൂടെ കടന്നു വന്ന കാരണം കൊണ്ട് എനിക്ക് ഞാൻ മെച്ചുവേർഡാണ്. ഇപ്പം എനിക്കറിയാം ഒരു കൊച്ചിനെ എങ്ങനെ നോക്കണം, അവൻ്റെ ബാല്യം എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലാണ് അവനെ വളർത്തിക്കൊണ്ട് വരണ്ടേ എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ഞാൻ പ്രിപ്പയർഡ് അല്ല. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. ഒരു 10 മാസത്തെ ഈ കാലയളവിനുള്ളിൽ ഈ ഗർഭെടുത്തിട്ട് കുറച്ചു നേരം ഇതാരെങ്കിലും പിടിക്കുമെന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു ഹെൽത്ത് എനിക്കില്ല. എനിക്ക് നല്ല ബ്ലീഡിങ് ആണ്. കഴിഞ്ഞ ഒരു 10-17 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫൈബ്രോയിഡിൻ്റെ ഭാഗമായിട്ട് ബ്ലീഡിങ് ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചുണ്ടും ഇങ്ങനെ കളറുകൾ വരുന്നത്. അപ്പോൾ എന്താ പറയാ, ഞാൻ ഹെൽത്തി അല്ലാത്ത ഞാനോട് ദൈവം തരുമ്പോൾ കുഞ്ഞിനെ മേടിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ചത്ത മീൻ പിടിച്ചിട്ട് എന്താ കാര്യം? ചേച്ചിമാരെപ്പോഴും പറയും, ഞാൻ കുറെ നാൾ പണ്ട് പറയുമ്പോൾ ഇത്രയധികം എഫേർട്ട് എടുത്ത് വീഡിയോസ് ഇട്ടിട്ട് എന്താ കാര്യം, ഹെൽത്ത് നോക്കണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ
ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ജീവിച്ചിരുന്നാലാണ് എൻ്റെ മക്കൾക്ക് ഇപ്പൊ ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിനായാലും ശ്രീകുട്ടനായാലും ഇവൻ എൻ്റെ ഭാഗ്യനാണ് എൻ്റെ ഏറ്റവും ചെറിയ മോൻ, ആൾക്കാരും സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പ്രിപ്പയർഡ് അല്ല, എൻ്റെ ശരീരം പ്രിപ്പയർഡ് അല്ല. അതിനിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയാറില്ലേ, മറ്റൊരാളുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് അയാൾ ആ ഷൂവിൻ്റെ ഉള്ളിൽ കൂടെ എന്തോരം മുള്ളുകൾ കുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ അനുഭവിക്കാത്ത ജീവിതം മറ്റുള്ളവർക്കൊരു കെട്ടുകഥയാണെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റുകാലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് മുഴുവൻ വൃത്തിയാക്കണം. അപ്പം നമ്മൾ ഇന്ന് വീട് മുഴുവൻ വൃത്തിയാക്കുകയാണ് കേട്ടോ കുട്ടികളെ. അയ്യോ ദൂരം പഞ്ചസാരേ മണിയേ, ഒരു ഫുൾ കൈ കിട്ടും. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അത് ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ടോയെന്ന്. പറ്റാറില്ല കേട്ടോ. നമുക്ക് മാസത്തിൽ ഒരു വട്ടമൊക്കെ ശാന്ത എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി വരാറുണ്ട്, ശാന്തമ്മ വരാറുണ്ട്. ശാന്ത എന്നാണ് ചേച്ചിയുടെ പേര്, ഞാൻ റെസ്പെക്റ്റോട് കൂടെ വിളിക്കുന്നതാണ് ശാന്തമ്മ എന്ന്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പറയും ശാന്തമ്മ ചേച്ചി എന്ന് പറഞ്ഞുകൂടെ ചോദിക്കും. ശാന്ത എന്നാളുടെ പേരാണ് കേട്ടോ. അപ്പോൾ ശാന്തമ്മ വരാറുണ്ട്. ഇപ്പോൾ ശാന്തമ്മ വന്നിട്ട് ഏകദേശം 2 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു. ഞാനപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശാന്തമ്മ വരുന്ന ദിവസം ചിലപ്പോൾ ഞാൻ വീട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് 2 മാസം ശാന്തമ്മ വരുന്ന ദിവസം ചിലപ്പോൾ ഞാൻ കടയിൽ പോകും. അപ്പോൾ ആൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടല്ലേ, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ ആളുടെ കാര്യം ചിന്തിക്കണ്ടല്ലോ. പിന്നെ ആൾക്ക് പുറത്തെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മിക്കതും ഞാനിവിടെ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഷൂട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ ആൾക്ക് പണി ചെയ്യാൻ അൺകംഫർട്ടബിളാണ്. പിന്നെ അത് കാരണം 2 മാസമായിട്ട് ആൾ വന്നിട്ട് ഇപ്പം ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും കുറച്ച് ഡിലേ ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു വീട് വൃത്തിയാക്കുന്നത്. പിന്നെ ഞാനൊന്ന് നന്നായിട്ട് വൃത്തികേടാവട്ടെ എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ ഞാൻ ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം നമുക്ക് സ്റ്റോർ റൂം തൊട്ട് തുടങ്ങാൻ വൃത്തിയാക്കുന്ന രീതി. എനിക്ക് വൃത്തിയാക്കാനായിട്ട് എന്നും നമ്മൾ വൃത്തിയാക്കി ഇടും, അടിച്ചു വാരി ഇടും, തുടക്കലൊന്നുമില്ല. മൂളിത്തെ വശത്തേക്ക് ഞാൻ പോവാറില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഞാൻ എന്താ പറഞ്ഞ അവിടെ എനിക്ക് പോകാറില്ല. അപ്പോൾ നമുക്ക് താഴത്തെ നില നമ്മുടെ വാക്യൂം ക്ലീനർ എടുത്തിട്ട് പോലും മണി അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു വാക്യൂം ക്ലീനർ ഉണ്ട്. നമ്മുടെ വീട് വാക്യൂം ക്ലീനർ അപ്പോൾ വാക്യൂം ക്ലീനർ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാക്യൂം ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ഭാഗ്യന് അലർജി ഉണ്ട്, അലർജിക്കാണ് ഭാഗ്യൻ. അലർജിക് ടുവേർഡ്സ് സം കൈൻഡ് ഓഫ് ലക്കിയുടെ രോമം, പൂച്ചയുടെ രോമം, മൃഗങ്ങളുടെ എല്ലാത്തിൻ്റെയും രോമം, അവരുടെ പൊടികൾ, വീട്ടുപൊടിച്ചെള്ളു എന്ന് കൊണ്ടൊരു സംഭവം ഉണ്ടാകാറ്. അത് നമ്മൾ എന്തോ ഇപ്പോൾ സോഫയിൽ അതുപോലെ തന്നെ കുഷ്യൻസുകളിലൊക്കെ ഉണ്ടാകുന്നതാണ്. അത് നോർമലായിട്ടുള്ള ഒരു ജീവിയാണ്, നമ്മുടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു ജീവിയാണ്. പക്ഷെ അത് ഭാഗ്യന് അലർജിക്കാണ്. ഒരു 4+++ ആണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാരണം കൊണ്ട് എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഭാഗ്യന്. അപ്പോൾ ഞാൻ വാക്യൂം ചെയ്യാണ് പതിവിടെ വീട്. അപ്പോൾ ഞാൻ ആ വാക്യൂം ക്ലീനർ ആക്കി തരാം. എനിക്കിപ്പോൾ പൂജാ റൂം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഞാൻ പൂജാ റൂമിൽ കയറാൻ പറ്റില്ല, പീരിയഡ്സ് ആയിട്ടിരിക്കുക. അതിൻ്റെ ഉള്ളിൽ വെള്ളം പോയപ്പോഴേ ഡ്രൈ ആൻഡ് വെറ്റാണ് കേട്ടോ. ഇത് പ്രമോഷനൊന്നുമല്ല, നമ്മൾ തന്നെ മേടിച്ചതാണ്. ഫോർബ്സിൻ്റെ യൂറിക്ക ഫോർബ്സ് എന്നല്ലേ ഉണ്ടാകാൻ വേണ്ടി വരുമ്പോൾ നിറച്ച് പൊടിയായിട്ടിരിക്കണേ. ഞാൻ കുറച്ച് ദിവസമായി പറയുമ്പോൾ ഇത് എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് കണ്ട നിങ്ങൾക്ക് കാണുവാനുണ്ട് കുട്ടികളെ. ഇത് വെള്ളം വരുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെറ്റും കൂടിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ എന്ന് പറയുന്നത്. ഇത് ഫോർബ്സിൻ്റെ ആണ് കേട്ടോ. ഇത് നിറച്ച് പൊടിയൊക്കെ ആയിട്ടിരിക്കണം. ആക്ച്വലി ഇത് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ വീടുണ്ടായിരുന്നില്ലേ കിളിക്കൂട്, അതിൻ്റെ ഉള്ളിൽ ഉള്ളപ്പോൾ മേടിച്ചതാണ് ഈ സംഭവം. എനിക്ക് ആമസോണിൽ നിന്ന് വൗച്ചറൊക്കെ കിട്ടിയപ്പോൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആമസോണാവോ ഫ്ലിപ്കാർട്ടാണോ മേടിച്ച് വെച്ചിട്ടാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പൊടി വരുമല്ലോ എന്ന് വെച്ചിട്ട് മാത്രമല്ല, ഇവിടെ നമ്മുടെ ജനലേറെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിറച്ച് പൊടിയാവാറുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇതുകൊണ്ടൊന്ന് വാക്യൂം ചെയ്ത് വെക്കുകയായിരുന്നു വീട്. അത് നമ്മളിവിടെ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇത് മേടിച്ച് വെച്ചിട്ട് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാ. പക്ഷെ അത് 1 വർഷം മുന്നല്ലേ, ഞാനത് പോസ്റ്റ് ചെയ്യാൻ മറന്നു പോയിട്ട് അത് എൻ്റെ മിസ്സായിപ്പോയി. കുഴപ്പമില്ല, സംഭവം നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാൻ എന്തൊക്കെയൊക്കെ ഉള്ളത്. ഇതിനേക്കാളും നല്ലത് താഴത്തൂടെ ഓടി നടക്കുന്ന റോബോട്ടില്ലേ, അതാണ് കേട്ടോ. ഇതാവുമ്പോൾ ഒരു 5,000-6,000 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഞാൻ മേടിച്ചത്. നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ മറ്റേതിന് 10,000-28,000 രൂപയാവും. അപ്പം അത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അടി മാത്രമേ ആക്കുള്ളൂ. ശ്രീകുട്ടൻ പറഞ്ഞ പോലെ മോളൊക്കെ ഇതൊക്കെ നമുക്ക് മാറാൻ വലിയൊക്കെ അടിക്കാൻ അടിപൊളിയാണ്. അപ്പം
നല്ല ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ട്, ഈ ഒരു ഹെഡ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇത് കണ്ട കുറച്ച് വെള്ളവും ആക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ച് ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഒരു നമ്മുടെ സോഫയിലൊക്കെ ഉള്ള പൊടികളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് വെള്ളം നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ പൊടികൾ, മാറാമ്പല് സാധാരണ നമ്മൾ മുറ്റല്ല വീടിൻ്റെ ഉള്ളിൽ അടിച്ചു വാരില്ലേ, അതുപോലെ ചെയ്യുന്നത്. ചേച്ചിമാരോട് കുറേ പേര് പറയാറുണ്ട് കേട്ടോ, അത് ഒരു വാക്യൂം ക്ലീനർ മേടിക്കുന്നത്, വാക്യൂം ക്ലീനർ മേടിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്. പിന്നെ ഞാൻ മെസ്സേജ് കൊടുക്കാറുണ്ട് എല്ലാവർക്കും. പക്ഷേ എന്താ പറയുക, നമുക്ക് എടുത്ത് കഴുകുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ വൃത്തികേടായിട്ടിരിക്കുന്നത് കഴുകണത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിച്ചത്. ഇപ്പം ഏകദേശം നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ പരിപാടികൾ എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫോക്സിൻ്റെ എൻ്റെ വാക്യൂം ക്ലീനർ. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡിനെ കാണിച്ചു തരാം. ഹെഡ് എന്ന് പറയുന്നത് ഒരു കോല്, ഒരു നീണ്ട കോലാണ്. അതിൽ ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള സംഭവം നമ്മൾ വെക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അതെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, കുറയ്ക്കാം, കൂട്ടാം. ഈ സ്വിച്ച് മുകളിലേക്ക് മടിയിലേക്ക് ഇങ്ങനെ താത്തും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേണ്ട ഇങ്ങനെയാണ് നമുക്കിതിനെ പിടിക്കേണ്ടത്. ഇങ്ങനെ എന്നിട്ട് നമ്മൾ അടിയിലൂടെ ഇങ്ങനെ ആൾക്കാർ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇവിടുത്തെ കുറച്ച് ഞാനൊന്ന് അടിച്ചു കൂട്ടിയിടട്ടെ. എന്നിട്ട് വേസ്റ്റ് എങ്ങനെയാണ് കയറുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് നിറച്ച് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. ഇത് നമുക്ക് നിങ്ങൾക്ക് കാണാണ്ടോ ഇങ്ങനെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചുമ്പോൾ ഇങ്ങനെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും ഇതിങ്ങനെ ഊരിയെടുക്കാം. ഇതിനിങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതിൻ്റെ വലിയ ആധികാരികമായിട്ടുള്ള പണികളൊന്നും എനിക്കറിയില്ലടാ. ഞാനിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മാറാമ്പലടിക്കാനും താഴത്തുള്ള പൊടികളൊന്ന് വൈപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. 3-4 നോബുകൾ കിട്ടും, ടിപ്പുകൾ കിട്ടും. അത് 3-4 ടൈപ്പിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനേക്കാളും മുമ്പ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ റോബോട്ടിക് വാക്യൂം ക്ലീനർ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. നമുക്ക് ടൈം കുറച്ചും കൂടി അവനെ അങ്ങോട്ട് അഴിച്ചു വിട്ടാൽ മതിയല്ലോ. അവൻ എല്ലാവിടെയും വൃത്തിയാക്കി തുടച്ചു വരും. ഇവൻ അങ്ങനെയല്ല, നമുക്ക് തുടയ്ക്കാൻ വേറെ മോപ്പ് എടുക്കണം. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമുക്ക് മുകളിൽ മാറാമ്പലേക്ക് അടിച്ചെടുക്കാമെന്ന് മാത്രം. അപ്പോൾ എനിക്ക് നല്ല സക്ഷൻ പവറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് വേറൊരു ടിപ്പ് വരുന്നത്. ഏറ്റവും അധികം നമുക്ക് യൂസ് ആയിട്ട് വരുന്നത് സോഫയുടെ ഉള്ളിലൊക്കെ വരുന്ന, അതായത് ആ അടുക്കുകളിലൊക്കെ വരുന്ന നമ്മുടെ ചെളികളും അതുപോലെ തന്നെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു മലയോര പ്രദേശമായതുകൊണ്ട് കാറ്റൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് പൊടിയടിക്കും. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാക്വം ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ വെറ്റ് തുണിയോട് തുടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള സോഫകളൊക്കെ തുടച്ചെടുക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ടിപ്പുണ്ട്. അപ്പോൾ ശ്രീകുട്ടനാണ് ഇന്നത്തെ എൻ്റെ സഹായി കേട്ടോ. അവനാണ് അതൊക്കെ ഇതാക്കി തരുന്നത്. ഇത് ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചതാണ് എടാ, ഇന്ന് ഷൂട്ട് ചെയ്തതല്ല. ഇത് വേറെ ദിവസം ഇന്ന് ഷൂട്ട് ചെയ്തത് കംപ്ലീറ്റ് ആക്കാണ്ടിരിക്കുന്ന ഒരു കാരണമുണ്ട്, അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു ടിപ്പാണ്. ഈ ടിപ്പിലൂടെ നമുക്ക് സാധാരണ പോലെ ഓരോ സെക്ഷൻ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ രീതിയിൽ നിന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ റബ്ബറിൻ്റെ ഒരു റബ്ബറി ടൈപ്പായിട്ടുള്ള ഒരു ടിപ്പ് കണ്ടില്ലേ, അത് നമ്മൾ വെള്ളം സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ തട്ടിമറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡോളം ആൾ വലിച്ചെടുത്തോളും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിത് സിറ്റ് ഔട്ട് ഏരിയ ആണ്. അവിടെ ഇപ്പോൾ ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് വൃത്തിയാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ അഴുക്കുകളും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ആ സാധനത്തുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. ശ്രീകുട്ടൻ ജനിച്ചപ്പോഴേ അവൻ്റെ കാലും ആ സ്കേറ്റിംഗ് ഷൂ ഉണ്ടെന്നുള്ള രീതിയിലാണ്. ഞാൻ അവനത് ഉപയോഗിക്കാതെ കാണാറേ ഇല്ല. അപ്പോൾ നമുക്കിവിടെ വെള്ളമൊഴിച്ച് പരീക്ഷണം നടത്താം. എന്തായാലും അവനോട് അത് ചെയ്യേണ്ടതുകൊണ്ട് കാര്യമില്ല. കാരണം അവൻ്റെ ഒക്കെ കൂടിയുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു സംഭവമാണ്. അപ്പം ഞാനങ്ങനെ വഴക്കൊന്നും പറയാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇമോഷണലായപ്പോൾ എനിക്ക് തന്നെ എന്തോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. കാരണം എൻ്റെ പോലെ കുറേ അമ്മമാരുണ്ടാവുമല്ലോ, കുറേ മെയിലുകൾ എനിക്ക് വരാറുണ്ട്. താനത് പറയുമ്പോൾ ഞങ്ങളും ഇങ്ങനെ റിലേറ്റ് ചെയ്യാറുണ്ട്, ഈ ഒരു ഫേസിൽ കൂടെ പോയതാണെന്നുള്ളത്. നോർമലാണെന്ന് തോന്നുന്നു. നമ്മളും ഒരു ന്യൂ അമ്മയല്ലേ, പുതിയ അമ്മയല്ലേ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഒരു പ്രോമയെന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഞാൻ എത്രമാത്രം മാറി. ഇപ്പോൾ പഴയ ശ്രീജ ഓപ്പോസിറ്റ് പുതിയ ശ്രീജ, അങ്ങനെ എഴുതിടാൻ മാത്രം ഞാൻ മാറി. കുറേ കാര്യങ്ങൾ ഈവൻ നമ്മുടെ അമ്മമാർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ മിസ്റ്റേക്കുകൾ പോലും തിരുത്തി നമ്മുടെ മക്കൾക്ക് നമുക്കുണ്ടായ മെൻ്റൽ ട്രോമ അകറ്റി നമ്മുടെ മക്കളെ അത് അനുഭവിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ. പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ ഇതിവിടെ നിറച്ച് വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് സക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ എങ്ങനെയാണ് ശ്രീ ഇവിടെ വൃത്തിയാക്കണേന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു എന്നുള്ളൂ നമ്മൾ വാക്വം ക്ലീനർ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കി എടുത്താലോ. അങ്ങനെ നമ്മളിതാ വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക വാക്വം ക്ലീനർ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇതിനെക്കുറിച്ച് അധികമൊന്നും എനിക്ക് അറിയില്ലടാ. ഇതന്നെ മേടിക്കണമെന്നില്ല കേട്ടോ. ആമസോണിലൊക്കെ വേറെ ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് റോബോട്ടിക്കായിട്ടുള്ള നമ്മുടെ വട്ടനെ കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. അതാകുമ്പോൾ നമുക്ക് സമയവും കുറച്ചും കൂടി ലാഭിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഹോസ്പിറ്റലിൽ പോകാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 17 ദിവസമായിട്ട് അത്യാവശ്യം നല്ല ബ്ലീഡിങ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫൈബ്രോയിഡ് ഉണ്ടെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ആ ഉഗ്രം പണി കിട്ടിയത് കേട്ടോ. എന്താ സംഭവം എന്നറിയോ, അവിടെ ചെന്നപ്പോൾ നമ്മുടെ HB ടെസ്റ്റ് ചെയ്തപ്പോൾ HB 6. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് വേണ്ട, ഞാൻ മരുന്ന് കഴിച്ച് ഭക്ഷണം കഴിച്ച് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭക്ഷണം കഴിക്കാത്തതിൻ്റെയോ മരുന്ന് കഴിക്കാത്തതിൻ്റെയോ ഒന്നല്ല കുട്ടിയെ, ഇത് ഹെവി ബ്ലീഡിങ് ആയതിൻ്റെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ഓറോഫറും അതുപോലെ തന്നെ കുറച്ച് ന്യൂട്രോബയോണും ഒക്കെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് അവിടെ ഒരു 1.5 മണിക്കൂർ കിടന്നു. 1.5 മണിക്കൂർ കിടന്നപ്പോൾ എനിക്കൊന്നും വേറെ ചെയ്യാണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തു. നമുക്ക് ഭയങ്കര പരിഗണന ലഭിക്കുന്ന ഒരു സമയമല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നേരം എന്ന് പറയുന്നത്. കാര്യം ഞാൻ 1.5 മണിക്കൂറെ കിടന്നുള്ളതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പലപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മളെ തന്നെ കാണണം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർക്കുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറക്കും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ കുറേ ദിവസത്തെ ബ്ലീഡിങ് കാരണം കൊണ്ടാണ് സത്യത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് ഒരുപാട് പണിയെടുത്തിട്ടോ ഭക്ഷണം കഴിക്കാണ്ടോ ഒന്നുമല്ല, ഫൈബ്രോയിഡിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ശ്രീകുട്ടൻ്റെ നിപ്പ് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ടാവില്ലേ. ശ്രീകുട്ടൻ ആകെ പേടിച്ച് നിൽക്കുക, എന്താണാവോ അമ്മയ്ക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ട്. കാരണം അമ്മ അങ്ങനെ വയ്യാണ്ട് കിടക്കുന്നത് ആൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് വന്നു. പിന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3-4 മണിക്കൂർ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണലും അതുപോലെ തന്നെ ഡ്രിപ്പ് ഇടലും ഒക്കെ ആയിട്ട്. പക്ഷേ ആയം ഓക്കെ കേട്ടോ, പെർഫെക്റ്റ്ലി ഓക്കെ. ഇപ്പോൾ ബ്ലീഡിങ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അത്ര പെട്ടെന്ന് കുറയില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. നമുക്ക് മുന്നേ പോകില്ല, ഒന്നും കൂടെ സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ പണിക്കാരുണ്ടായിരുന്നല്ലോ, അവർക്ക് നമുക്ക് ചായ കൊടുക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ വയ്യേകകളൊന്നും അവർക്ക് വിഷയമല്ല. അപ്പോൾ നമ്മൾ പതുക്കെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ചായയും പഴംപൊരിയൊക്കെ കൊടുത്തു. അങ്ങനെ എന്താ പറയുക, പിന്നെ അടിച്ചുവാരി തുടകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം ഭാഗ്യന് ഭയങ്കര ചൊറിച്ചിലാണ്. എവിടെ തൊട്ടാലും ചൊറിച്ചിലാണ്. ചൊറിച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഹൊറിബിളായിട്ടാണ് വരിക. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഭാഗ്യനും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ട് നമ്മൾ ബാക്കി നമ്മുടെ പരിപാടികൾ തുടർന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അത് കുറച്ച് ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് ഹെൽത്ത് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ഓക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീജ.